ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എനിക്ക് പറഞ്ഞാൽ ഇന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഇറ്റ്സ് വെനസ്ഡേ. സോ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് നടക്കാനായിട്ടൊന്നുമില്ല. വി ഹാവ് യൂഷ്വൽ നമ്മുടെ വർക്ക് ഉണ്ട്, പിന്നെ കുക്കിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ്. ചിലപ്പോൾ ഇത് വാട്ട 8ൻ്റെ ഡേ ആയിട്ട് മാറാം. ബ്രഷ് ചെയ്തില്ല, ഞാനത് പറയാൻ വിട്ടതുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി. ബ്രഷ് ചെയ്തില്ല എന്ന് അപ്പോഴാണ് ഓർത്തത്. സോ ക്വിക്ക്ലി ബ്രഷ് ചെയ്യാം. ഇല്ലേ, പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് തിങ്. ഭയങ്കരമായിട്ട് ആക്നെ വരുന്നു, ഐ ഡോണ്ട് നോ വൈ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് ഐസ് വെച്ചിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്തായിരുന്നേ, മസാജ് പോലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെയും കുറച്ച് ഐസ് ഞാൻ വച്ചിട്ടുണ്ട്. ഈ സിലിക്കോൺ, നിങ്ങൾ ആരെങ്കിലും ഐസ് ട്രേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സിലിക്കോൺ ഐസ് ട്രേ യൂസ് ചെയ്യട്ടെ. എന്ത് എളുപ്പമാണെന്നറിയാമോ ഐസ് ഇറങ്ങി വരാൻ. ഇങ്ങനെ ഒന്ന് എനിക്ക് കൊടുത്താൽ മതി. സോ ജസ്റ്റ് ഒന്ന് അപ്ലൈ അല്ല, ഒന്ന് മസാജ് ചെയ്യാം. എസ്പെഷ്യലി ഈ ഏരിയയിലാണ് എനിക്ക് കൂടുതലും പിമ്പിൾസൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ അപ്പം ഐസ് വെച്ചിട്ട് പിന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നില്ല. പിന്നെ ഡയറക്റ്റ് ആ ഒരു തണുപ്പിൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചു. മിറാബലിൻ്റെ ഈ ക്രീമാണ്, ഓൾ ഇൻ വൺ ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റിവ്യൂ പറയാനായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടേനെ. നോക്കാം. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു കോസറെക്സോ, അയ്യോ ഐസ് വെച്ചതോടെ തൊണ്ടടിച്ചു പോയോ. കോസറെക്സൊക്കെ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണല്ലോ. മിറാബെല് ഞാൻ അന്ന് ഷീറ്റ് മാസ്ക് മാത്രമേ അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മിറാബലിൻ്റെ ഷീറ്റ് മാസ്ക് നല്ലതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലോ കിട്ടും നമുക്ക്. പക്ഷേ ഈ ക്രീം എനിക്ക് അത്രത്തോളം റിവ്യൂ പറയാനുള്ള ചേഞ്ചസ് ഒന്നും ഫേസിൽ വന്നില്ല. എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഡെയിലി എനിക്കിത് ഇടാൻ പറ്റുന്നില്ല. സോ അത് ജഡ്ജ് ചെയ്യാറായില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പോകാം. നമുക്ക് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എനിക്ക് പൊതുവേ നല്ലൊരു ഫീലിംഗ് ആണ് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ. ഞാനിപ്പോൾ ഡയറ്റൊന്നും നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ ഗ്രീൻ ടീ കുടിക്കുന്നത്. പക്ഷെ എന്തോ ഗ്രീൻ ടീ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുമ്പോൾ നമുക്ക് സ്റ്റൊമക്ക് കുറച്ചുകൂടെ എന്തോ ഡീറ്റോക്സ് ആയ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടാറുണ്ട്. ഗ്രീൻ ടീക്ക് പകരം ഇടയ്ക്ക് ഞാൻ നമ്മളെ ജീരക വെള്ളമില്ലേ, അതും അടിപൊളിയാണ്. ജീരക വെള്ളം നിങ്ങൾ വെയിറ്റൊക്കെ ലൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീരക വെള്ളം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരു ടൈമിൽ ജീരക വെള്ളം രാവിലെ കുടിക്കുമ്പോൾ നല്ല വ്യത്യാസം വരുമായിരുന്നു. പ്ലസ് എക്സസൈസൊക്കെ ചെയ്യണം, പിന്നെ ഡയറ്റും നോക്കണം, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ റെഡിയായി. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, അപ്പോൾ ഈ ചൂടെല്ലാം എന്തായാലും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കറി ചൂടാക്കാം, ചപ്പാത്തിയും ചൂടാം. ഓക്കെ, ഞാൻ അത്യാവശ്യം നല്ല നെയ്യ് ഉപയോഗിക്കും കേട്ടോ ചപ്പാത്തിയിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റും കാണൂല. അതുകൊണ്ട് അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി എടുക്കുക. പിന്നെ ഇന്നലെ എൻ്റെ ഗ്രീൻ പീസ് കറി ഒരു അടിപൊളി ഹിറ്റായിരുന്നു. ഞാൻ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ നോക്കാറൊന്നുമില്ല. ചില സമയത്ത് ഞാൻ മെത്തേഡ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കും, എപ്പോഴെങ്കിലും നോക്കും, ഇങ്ങനെയാണല്ലേ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. പക്ഷെ ഇന്നലെ ഞാൻ എന്തൊക്കെയോ എടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നേ. ഇതാണ് നമ്മുടെ പീസ് കറി, ഞാൻ പറഞ്ഞ ആ ഫേമസ് പീസ് കറി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് 10:15 ആവുന്നേ ഉള്ളൂ. നോക്കട്ടെ ടൈം എത്രയായിരുന്നു, 10 മണിയാണേ ഉള്ളൂ. ഓക്കെ, സോ 10 മണിക്ക് നമുക്ക് ആദ്യം ഗ്രീൻ ടീ ഇതുവരെ കുടിച്ചിട്ടില്ല, അത് തണുത്തിട്ടുമില്ല. വാവ്, കാരണം ഇവിടെ ഫാൻ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചപ്പാത്തി, ഇന്നലത്തെ ചപ്പാത്തി എഗെയിൻ എല്ലാ വീട്ടിലും കാണും ഒരു വേസ്റ്റ് തിന്നുന്ന കാക്ക, അതാണ് ഞാൻ. ഇന്നലത്തെ ചപ്പാത്തി ഇതിപ്പോൾ പാവം ഇങ്ങനെ ആയിപ്പോയി. നല്ല കാറ്റ്. എന്തിനാ കളയാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നെയ്യിട്ടെടുത്ത്. എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാനും ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാലിന് പക്ഷെ അങ്ങനെ പറ്റില്ല കേട്ടോ, എല്ലാം ഫ്രഷ് ആൻഡ് ജ്യൂസി ആയിട്ട് വേണം. അപ്പോൾ അവന് എന്തായാലും ഇന്നത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവ അങ്ങനെ കഴിക്കുകയില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല, അത് വേസ്റ്റ് ആവൂലേ എന്നും പറഞ്ഞ് കഴിക്കും ചൂടാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിന് വലിയ എസ്തെറ്റിക്സ് ഒന്നും ഇല്ല. കാരണം ഇത് നമ്മൾ റെൻ്റ് ചെയ്തതാണ്, കുറച്ച് നാളത്തേക്ക് റെൻ്റഡായിട്ട് എടുത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ ഒന്നും കൊണ്ടിട്ടിട്ടില്ല. ആകെ ഈ പറഞ്ഞ പോലെ ഡൈനിങ് ടേബിളും 5-6 പ്ലാസ്റ്റിക് കസേര, ദിവാൻ കോട്ടും ബെഡും, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ഫർണിച്ചേഴ്സ് ഒന്നും കൊണ്ടുവന്നില്ല. ഓക്കെ, സോ നമ്മുടെ ഫുഡ് റെഡിയായി. ഇതാണ് ഫുഡ്.
ചപ്പാത്തി ആൻഡ് പീസ് കറി. അപ്പം നമുക്ക് കഴിക്കാം. എൻ്റെ ചപ്പാത്തി പപ്പടമായിപ്പോയി, ആ ഒരു വിഷമേ ഉള്ളൂ എനിക്ക്. ഓ ബട്ട് പീസ് കറി, പീസ് കറി ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ചിക്കൻ കറി കഴിക്കുമ്പോൾ തോന്നുന്നു, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. റിയലി ഗുഡ്. കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെടും, കാരണം ചപ്പാത്തി അത്യാവശ്യം നല്ല ക്രിസ്പിയായി, നാച്ചോസ് പോലെ ആയി. അപ്പം ഞാൻ ഇതൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ പ്രിപ്പറേഷൻ തുടങ്ങാൻ. ഓക്കെ ബൈ 10:21 നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനൊരു 10 minutes എങ്കിലും ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാണ്, കാരണം എൻ്റെ വയറെല്ലാം കൂടെ ഫുള്ളായി. ചപ്പാത്തി ഞാൻ 1.5 ചപ്പാത്തിയെ കഴിച്ചുള്ളൂ, പക്ഷേ വെള്ളം ഒരു കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് അകത്താക്കി, പിന്നെ ഗ്രീൻ ടീയും കൂടെ കുടിച്ചപ്പോൾ എൻ്റെ വയർ ഭയങ്കര ബ്ലോട്ടഡ് പോലെ. സോ ഐം ജസ്റ്റ് ഗോണ വാക്ക് ഫോർ 10 minutes. കാരണം 10 minutes കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 ആകുമ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ തലയിലൊരു ക്ലോക്കുണ്ട്. അപ്പോൾ നമുക്ക് കോവയ്ക്ക ഉണ്ടാക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ചെയ്ത്, അതാണ് ഏറ്റവും സിമ്പിൾ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഗ്രീൻ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, ഇത് നല്ല യൂസ്ഫുള്ളാണ് കഴുകാൻ. നമുക്ക് അരി കഴുകാം, അങ്ങനെ എന്തും നമുക്ക് കഴുകാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ ആക്കുമ്പോൾ വെള്ളം അതുകൂടിയെ പോകും. നമുക്കപ്പോൾ കോവയ്ക്ക ഉണ്ടാക്കാം. കോവയ്ക്ക മൊത്തം അരിഞ്ഞു. ഞാൻ ഇത്രയും കോവയ്ക്കാണ് ഇന്ന് എടുത്തത്. ഇത് മതി, ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചു. നമുക്ക് പെട്ടെന്ന് കോവയ്ക്കയും കൂടെ ഉണ്ടാക്കിയിട്ട് ക്ലോസ് ചെയ്യാം അടുക്കള. ടൈമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ടയേർഡാണ് ഞാനിപ്പം. ഈ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ഭയങ്കര, അവിടെ നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ലല്ലോ, അപ്പം ഭയങ്കരമായിട്ട് വേർക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വർക്ക്. ഇപ്പോൾ സമയം 1:30 മണിയായി. നമുക്ക് ഫുഡ് കഴിക്കാം. ബിക്കോസ് ഇനി 2-3 കോളൊക്കെ ഉണ്ടായിരുന്നു. ഇനി 2 മണിക്ക് അടുത്ത കോളുണ്ട്. സോ ബിഫോർ ദാറ്റ് ലഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഡിലേ ആവും. സോ ലെറ്റ്സ് ഹാവ് ലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ. ചോറുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പെരുമ്പയർ തോരൻ ഉണ്ട്. ബാലു മീൻ ഫ്രൈ വാങ്ങിച്ചപ്പോൾ കുറച്ച് സാമ്പാർ കിട്ടി, അപ്പോൾ അത് കൂടെ കഴിക്കാം. ഇന്ന് അടിപൊളി ലഞ്ച്, രക്ഷയില്ല. കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ലഞ്ച്. നല്ല സാമ്പാർ, പെരുമ്പയർ തോരൻ എല്ലാം കൂടെ വെച്ചിട്ട്. ബാലുവിൻ്റെ ലഞ്ച് മീൻ ഫ്രൈ, കോവയ്ക്ക എല്ലാം ഉണ്ട്. ഈ പ്രോട്ടീൻ ബാർ സീരീസ് എന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ പ്രോട്ടീൻ ബാർസ് അടിച്ച് കയറ്റി. ഐ ഡോണ്ട് നോ എന്താവുമെന്ന്. കാരണം ഇപ്പം തന്നെ ആ വീഡിയോ ലൈറ്റ് ഇല്ലല്ലേ, ആ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഹാഫ് പ്രോട്ടീൻ ബാർ ഞാൻ കഴിച്ചു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഡെസേർട്ട്. നല്ല എന്താ പറയുക, വേറെ കേക്കും കാര്യങ്ങളൊക്കെ തിന്നേക്കാളും നമുക്കിത് കഴിക്കാമല്ലോ, കുഴപ്പമില്ല. നല്ല കാറ്റ്, മഴയ്ക്കുള്ളതാണെന്ന് തോന്നുന്നു, നല്ല കാറ്റുണ്ട്. ഞാൻ കുളിച്ച് കുറച്ച് നേരം ജോലി ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത്. എൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാമോ? ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മേടിച്ച അവിടുത്തെ വൈബിൻ്റെ ഒരു ഡ്രസ്സാണ്. ഇറ്റ്സ് ലൈക്ക് എ കഫ്താൻ ഒരു ടോപ്പ്, വെരി കംഫർട്ടബിൾ. ഇത് ആക്ച്വലി ഞാൻ അതായത് വീട്ടിലിടാനൊന്നും അല്ല മേടിച്ചത്, ബട്ട് ഇറ്റ്സ് വെരി കംഫി. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇന്ന് വീട്ടിലിടാം. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, കുറച്ചെങ്കിലും വൃത്തിയായിട്ടിരിക്കണ്ടേ. നമ്മുടെ കോഫി ഉണ്ടാക്കി. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കോഫി ആയിട്ട് തോന്നും, അല്ല കേട്ടോ, നല്ല ഫ്രോത്ത് ചെയ്തെടുത്തതുകൊണ്ട് ലൈറ്റ് അല്ല, അടിപൊളി. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. സോ ഇനി കോഫി കുടിക്കുക. കഥവൊക്കെ അടയ്ക്കണം. എനിക്ക് 4:30 ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എല്ലാം കൂടെ ചെയ്തത്. സോ ഇനി കോഫി കുടിക്കാം. പിന്നെ ഞാൻ നോയ്സിൻ്റെ ഒരു ചിക്ക് പോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അത് എയർ ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ്, മേ ബി ആഫ്റ്റർ ദ കോൾസ്. അങ്ങനെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു അപ്ലോഡെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എന്താ പറയുക, കോളിൻ്റെ ഇടയിൽ ആ കോഫി കുടിച്ച് തീർത്തു. നോയ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചെന്ന്, ഞാനതിപ്പോൾ കാണിച്ചു തരാം. അതായത് പോപ്കോൺ, ചിക്ക് പോപ്പാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എയർ ഫ്രയറിലിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഡിന്നറിന് എടുക്കണോ ഇപ്പം എടുക്കാം അല്ലേ. ബാലു ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞ ഐറ്റം നോയ്സിൻ്റെ ചിക്കൻ പോപ്കോൺ. ഞാൻ ഈ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്ത് അത്രയും
ഐ ഡോണ്ട് തിങ്ക് ഈവൻ ബ്യൂട്ടി ബ്രാൻഡ്സിനെ ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ചാനലിൽ, ബിക്കോസ് ഐ ലവ് ദം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്ക് പോപ്പ് റെഡിയായി. അപ്പം ഇതാണ് നമ്മുടെ ചിക്ക് പോപ്പ്. കാണുന്നില്ലല്ലേ? ബാലു ട്രൈ ചെയ്യും, പക്ഷെ ഇപ്പം ട്രൈ ചെയ്ത ഉണ്ടാക്കും. അടിപൊളി. നോയ്സിന്റെ ഫ്രീ പ്രൊമോഷൻ. അങ്ങനെ അഗൈൻ നോയ്സ് എൻ്റെ നമ്മളെ ഇത് ചെയ്തിരിക്കുന്നു. കിടിലം ബ്രാൻഡാണ് നോയ്സ്. എനിക്ക് അവരുടെ എല്ലാ പ്രോഡക്റ്റ്സും ഇഷ്ടമാണ്. ആ ഒരു പ്രോട്ടീൻ ബാർ മാത്രം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷെ ഐസ്ക്രീം എന്തൊരു ടേസ്റ്റാ. ഒക്കെ നമ്മൾ ചാനലിൽ കുറേ ഇട്ടിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ അകത്തൊക്കെ റാപ്പ് ചെയ്യാനും അടിപൊളി. നമുക്ക് കുറച്ച് ഗോച്ചുചാങ്ങിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. ഇത് മറ്റേ കൊറിയൻ എന്തോ ഒരു സോസാണ് ഗോച്ചുചാങ്. കറിയിലിട്ടപ്പം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത് കഴിച്ചു നോക്കാം. ഗോച്ചുചാങ് അത്ര ചാങ് ആയില്ല. ഓക്കെ, ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഈ ഗോച്ചുചാങ്ങിൽ. ഓക്കെ, അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. എന്നിട്ട് രാത്രി ഇനി എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കണം. ഇപ്പം ഇത് കഴിച്ചതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് വിശക്കാൻ പോണില്ല. രാത്രി ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് കഴിക്കണോ? കാരണം ഇന്നത്തെ വീഡിയോ മൊത്തം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലാക്കാൻ വേണ്ടി പുറത്ത് പോയാലോ എന്നൊക്കെ ആലോചിക്കണം. പക്ഷെ ബാലുവിൻ്റെ വർക്ക് പോലെ ഇരിക്കും. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:15 6:30 ആവാൻ പോവുകയാണ്. ലൈറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നടക്കാമെന്ന്. ഇന്ന് എനിക്ക് ഇതുപോലെ തീരെ ലൈറ്റില്ല. ഓക്കെ, ഇന്ന് എനിക്ക് കുറച്ച് നടക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഞാൻ വിചാരിച്ച് യൂസ് ചെയ്യാമെന്ന്. ഇപ്പം ഡയറ്റ് നോക്കുന്നില്ല, എക്സസൈസും ചെയ്യുന്നില്ല, ജിമ്മിൽ പോകുന്നില്ല. അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗോയിങ് ടു വാക്ക്. രാത്രി ഡിന്നറിൻ്റെ ടൈമായി. ഞാൻ ചിക്കൻ ടിക്ക പറഞ്ഞു. ചിക്കൻ ടിക്കയും ചപ്പാത്തിയുമാണ് പറഞ്ഞത്, സംസം എന്നാണ്. അത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ബാലു അജ്വയുടെ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട്. സോ ഐ തോട്ട് കുറച്ചത് കഴിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു അജ്വ ബിരിയാണിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഞാൻ കഴിക്കുമ്പോൾ അതും കൂടെ കാണിച്ചു തരാം. ആൻഡ് വിത്ത് ദാറ്റ് വിൽ എൻഡ് ദിസ് ഡേ. ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഡേ. നമ്മളെല്ലാവരും ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഞാനിങ്ങനെ ചില റീൽസിലൊക്കെ കാണും, നമ്മൾ എപ്പോഴും കംപ്ലൈനിങ് ആയിരിക്കും, ഇതെന്തിങ്ങനെ അതെന്തെങ്ങനെ. ബട്ട് ബിക്കോസ് വി ഹാവ് സംതിങ്, നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും കംപ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ റീൽസ് കാണുമ്പോൾ ഞാൻ ഓർക്കും, വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. സോ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഭയങ്കര എക്സൈറ്റഡ്. ചിക്കൻ ടിക്ക, സാലഡ്, ചപ്പാത്തി ആൻഡ് പുദീന ചട്നി. സോ ലെറ്റ്സ് ഈറ്റ്. എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമാണ് നമ്മുടെ സംസമിലെ ചിക്കൻ ടിക്ക. ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ ഇവർ പിക്കിൾഡ് ഓണിയൻസ് ആക്കി, അത് കൊള്ളാം. അടിപൊളി കേട്ടോ. സംസമിലെ ഗ്രിൽഡ് ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്. നോർമലി നമ്മളെപ്പോൾ പോയാലും ഷവായ കഴിക്കുള്ളൂ. അവരുടെ ഷവായ ബീറ്റിയം വേറൊന്നും ഇല്ല. ബട്ട് ഇവരുടെ ഈവൻ ചിക്കൻ ടിക്ക, തന്തൂരി എല്ലാം നല്ല ടേസ്റ്റാണ്. I'm a ബിഗ് ഫാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ഗ്രേറ്റ്ഫുൾ. നേരത്തെ പറഞ്ഞ പോലെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഇനിയും പ്രത്യേകിച്ചൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കാനില്ല. കുറച്ച് നേരം വ്ളോഗ് കാണും, വീട്ടുകാരായിട്ട് സംസാരിക്കും, ആൻഡ് ദെൻ വിൽ ഗോ സ്ലീപ്പ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Until the next video, bye.